ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അബീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സേഫായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ആദ്യമായിട്ട് അതിൽ ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയാണ്, നല്ല വിളഞ്ഞ തേങ്ങ നോക്കിയാണ് ചിരവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 നാരകത്തിൻ്റെ ഇല കൂടി, ചെറുനാരകത്തിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 ചെറിയ ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചേരുവകൾ രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം പകുതി പാകമായി വരുമ്പോഴത്തേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അതിൻ്റെ കൂടെ നാരകത്തിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നാരകത്തില ഇട്ട് കൊടുക്കുന്നതേ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് കൂടാൻ നല്ലതാണ് കേട്ടോ. ചെറുനാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില ഒരു 6 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ തീയിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ചെറിയ തീയിൽ വേണം ഈ തേങ്ങ പാകമാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ പാകമാക്കി എടുക്കുക. ഇവിടെ ഇന്നിപ്പോൾ ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. സാധാരണ വറ്റൽമുളകാണ് ചേർക്കാറുള്ളത്, ഇന്ന് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ചേർക്കുമ്പോൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക്, തേങ്ങയും വറ്റൽമുളകും എല്ലാം കൂടി അങ്ങ് നന്നായി പാകമായി കിട്ടും. തീ കൂടാതെ ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ നിന്ന് 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. തീ വളരെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം അത് തീയിൽ നിന്ന് വാങ്ങി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കൂടാതെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപൊടി വറുത്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോ കല്ലിലോ വെച്ച് പൊടിച്ച് എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മഴയത്തൊക്കെ കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ലതാണ് കഴിക്കാൻ ഈ ചമ്മന്തിപ്പൊടി. ഇനി രണ്ടാമതായിട്ട് തയ്യാറാക്കുന്ന ഒരു കൊഞ്ച് തീയലാണ്, ഉണക്കച്ചെമ്മീൻ തീയലാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു 10-15 ഗ്രാമോളം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ തക്കാളിയും 10 ചെറിയ ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങ, ഇതുമെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കൂടെ കേട്ടോ. കൂടാതെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ചീനച്ചട്ടിയിൽ ഉലുവ കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങാക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് നിറം മാറി വരുന്ന വരെ എണ്ണയിൽ പാകമാക്കി എടുക്കണം തേങ്ങാക്കൊത്ത്. അതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് ഏകദേശം പാകമായി വരുമ്പോഴത്തേക്ക് വേണം അതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ. ഒരുമാതിരി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം ഉള്ളി ഇടാനായിട്ട്. അതിനുശേഷം ഉള്ളിയും ഒന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തത് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് വഴറ്റി കിട്ടാൻ നല്ലതാണ്. ഉപ്പ് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നല്ലതാണ്. ഉപ്പ് ചേർത്ത് വേണം നമുക്കത് വഴറ്റിയെടുക്കാൻ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി, ഇത് പാകമായതിന് ശേഷം ഞാൻ മുളക് പൊടിയും അതോടൊപ്പം തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ്. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. അത് മൂത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ബാക്കി ആവശ്യം വേണ്ട ചൂടുവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വറുത്ത ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി അത് ചെറിയ തീയിൽ നല്ല കുറുകെ പറ്റിച്ചെടുക്കുക. നല്ല എണ്ണ തെളിഞ്ഞ് വരും. അന്നേരത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഈ കൊഞ്ച് തീയലിന് കേട്ടോ. നമുക്ക് അത്യാവശ്യം മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ ഒരു കൊഞ്ച് തീയൽ ഉണ്ടാക്കി നമുക്ക് അന്നത്തെ ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ റെസിപ്പികളൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
ഇതുവരെയുള്ള എൻ്റെ കൂട്ടുകാരുടെ പ്രോത്സാഹനങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദി ഞാൻ പറയുന്നു എല്ലാവരോടും. ഈ റെസിപ്പി എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള കൊഞ്ച് തീയലാണിത്. അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി മഴ സമയത്തൊക്കെ നമ്മുടെ കഞ്ഞിയുടെയൊക്കെ കൂടെ കുടിക്കാൻ നല്ലതാണ്. ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റാണ്. ഒത്തിരി നാൾ നമ്മൾ ഇത് ലാസ്റ്റ് ഇരിക്കുന്നതുമാണ് ചമ്മന്തിപ്പൊടി കേട്ടോ. എല്ലാവർക്കും താങ്ക് യു എൻ്റെ കൂട്ടുകാരെ, താങ്ക് യു.